നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതം എന്നെയും ഞങ്ങളുടെ പൗരാണിക ദൈവാലയത്തിൽ ഞങ്ങളെ തന്നെ കണ്ടെത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഏറ്റവും ഗൗരവമായ ഒരു ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അടിയന്റെ മുന്നിലിരിക്കുന്ന വിവാഹിതരും വിവാഹത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരും, കർത്താവെ, മാതാപിതാക്കൾ സ്നേഹിക്കപ്പെടുന്നവരായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും പങ്കെടുക്കുന്ന ഈ ആരാധനയിൽ കർത്താവെ, നിന്റെ വചനം അങ്ങ് വിഭാഗിക്കണമേ. ഇതൊരു കേൾവിയായി തീരാതെ ആ കേൾവി ജീവിതത്തിൻ്റെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുവാൻ, മാറ്റമുണ്ടാകുവാൻ, പുതിയ ചില ഏറ്റെടുക്കലുകൾക്ക് ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിപ്പാൻ നിന്റെ വചനം ഞങ്ങളെ സഹായിക്കണമേ. വളരെ അദമ്യമായ ഇന്നത്തെ വചന ശുശ്രൂഷ അടിയന്റെ സഭയ്ക്ക് പ്രയോജനം ചെയ്യണമേ എന്ന ആഴത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ജയമെടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അങ്ങനെയൊക്കെയുള്ള മൗലികമായ ദൈവിക ഗുണങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരുമിച്ച് ചേരുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെയും സന്താപത്തെയും വിവാഹ ജീവിത ധ്യാനത്തിലൂടെ ബോധ്യപ്പെടുവാനുള്ള ഒരു പകലാണ്. വിവാഹം നിലനിൽക്കുന്ന സ്നേഹജീവിതം എന്ന്, മാരേജ് ലാസ്റ്റിംഗ് ലൈഫ് ഓഫ് ലവ്, ലാസ്റ്റിംഗ് ലൈഫ് ഓഫ് ലവ്, നിലനിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെക്കാളും കൂടുതൽ കാലം നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് ഇഹലോകത്തിൽ വൈവാഹിക ജീവിതം. നമുക്കൊക്കെ മാതാപിതാക്കന്മാരുണ്ട്. അവരോട് ബന്ധപ്പെട്ട് ഒരു 25-30 വർഷങ്ങൾ നാം ആയിരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെടുമ്പോഴങ്ങനെ നമുക്ക് ജനിച്ച കുഞ്ഞുങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് 20 മുതൽ 30 വരെ വർഷങ്ങൾ. ഈ രണ്ട് ഇടങ്ങളിലും അതിനുശേഷം നമ്മൾ അവരിൽ നിന്ന് വേർപെടുകയാണ്, ആ ആഴപ്പെട്ട ബന്ധത്തിൽ നിന്ന്. എന്നാൽ ഇതിന് രണ്ടിനുമിടയിൽ നമുക്ക് നൽകപ്പെടുന്ന ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം, വിവാഹ ജീവിതം. ദൈവം ആയുസ്സും ആരോഗ്യവും തന്നാൽ 60-ലധികം വർഷങ്ങളൊക്കെ വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അതിനിടയിൽ പങ്കാളിയെ നഷ്ടപ്പെട്ടേക്കാം ഏത് പരിസ്ഥിതിയിലും. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഈ രണ്ട് വ്യക്തികൾക്കും ആയുസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ തുടരുന്നതായ ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും ലാസ്റ്റിംഗ് ലൈഫ്. അവർ തുടരേണ്ടതായ ബന്ധമാണ്, അതിന് ഒഴിവുകഴിവില്ല. വിവാഹം കഴിക്കപ്പെട്ട രണ്ടുപേർ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെന്നേക്കും അവരിൽ ഒരാളുടെ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായ ഒരു ബന്ധം. എന്നാൽ ഒരു ചോദ്യം പ്രസക്തമാണ്: ഡു യു ഹാവ് ലവ് ഇൻ ദിസ് ലാസ്റ്റിംഗ് ലൈഫ്? നിങ്ങളുടെ ഈ നിലനിന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ആലോചന വചനപ്രകാരവും ദൈവമുമ്പാകെയും ഇത്ര പ്രസക്തമായിരിക്കുന്നത്? അതിനൊരു വലിയ കാരണമുണ്ട്. ബൈബിളിൽ അവസാനം സംസാരിക്കുന്ന പ്രവാചകൻ, പുതിയ നിയമകാലത്തുള്ള യോഹന്നാൻ സ്നാപകനെ മാറ്റി നിർത്തിയാൽ ബൈബിളിൽ അവസാനം സംസാരിക്കുന്ന പ്രവാചകൻ മലാഖിയാണ്.
മലാഖി സംസാരിച്ചതിന് ശേഷം ഏതാണ്ട് 400 വർഷങ്ങൾ ദൈവം നിശബ്ദനായിരുന്നു. ദൈവം വ്യക്തികളോട് ഇടപെട്ട് കാണാം, കൂട്ടങ്ങളോട് ഇടപെട്ട് കാണാം. എന്നാൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം ദൈവ സംസാരത്തെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് പഴയ നിയമം അവസാനിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 400 വർഷക്കാലത്തെ ഒരു നിശബ്ദതയുണ്ട്. അതിനുശേഷമാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എവിടെയാണോ ദൈവം നിശബ്ദനായത് അവിടെ ദൈവത്തിന് ഏതോ വിലയേറിയ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞിട്ടാണ് ദൈവം മിണ്ടാതിരിക്കുന്നത്. മലാഖിയുടെ പുസ്തകത്തിൽ പല പ്രസക്തമായ കാര്യങ്ങൾ ദൈവം സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായത് മാത്രം നമ്മൾ അതിൽ നിന്ന് അടർത്തിയെടുത്ത് വായിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബൈബിൾ തുറക്കുക. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പുതിയ നിയമം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടുപുറകത്തെ പുസ്തകം കുഞ്ഞുങ്ങൾക്കൊക്കെ എടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിന്റെ തൊട്ടുപുറകില് മലാഖി എന്നൊരു പുസ്തകം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ മലാഖിയുടെ പുസ്തകത്തില് അതിന്റെ അധ്യായം ഞാൻ പറയാം. 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ. എനിക്കിന്ന് 3-4 ഘട്ടങ്ങളെ ചെറുതായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലെ മുഖ്യമായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് പ്രസക്തമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. മലാഖി ചാപ്റ്റർ 2 വേഴ്സ് 13. മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ഒന്നാമത്തെ നമ്മുടെ അന്വേഷണം ഏതാണ് ഈ യാഗപീഠം എന്നാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യം പറയുമ്പോൾ പള്ളിക്കാരെയും പറയണ്ട, വീട്ടുകാരെയും പറഞ്ഞാൽ. നമ്മുടെ പള്ളിയിൽ ഒരു ഓൾട്ടർ ഉണ്ട്. അപ്പൊ എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു ഓൾട്ടർ ഉണ്ടോ? വളരെ ശക്തമായിട്ട് ബൈബിള് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഫാമിലി ഓൾട്ടർ. കുടുംബ പ്രാർത്ഥന നടക്കുന്ന, കുടുംബാരാധന നടക്കുന്ന ഒരു സാങ്കല്പിക മേശ നിങ്ങൾക്കുണ്ടോ വീട്ടിൽ? ആ മേശയില്ലാത്തവർക്ക് ഈ മേശ ഏതുമില്ല. പള്ളിയുടെ മേശയിലേക്ക് വരണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഒരു യാഗപീഠം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ എൻ്റെ ചോദ്യമാണ്, ഭാര്യയുടെ നടപ്പുകൊണ്ട് അത് പറയാം ലെസ്സർ, ഭർത്താവിന് ഒരു ഞരക്കവും ദുഃഖവും നിങ്ങളുടെ ഫാമിലി ഓൾട്ടറിൽ ഉണ്ടാകാറുണ്ടോ? ഇനി ഭൂരിപക്ഷത്തെ കുറിച്ച് ഞാൻ പറയാം. ഭർത്താവിൻ്റെ കുടുംബം നോക്കാത്ത, മദ്യപാനത്തിന് പുറപ്പെടുന്ന, നല്ലത് ചിന്തിക്കാൻ അറിയാത്ത, കുഞ്ഞുങ്ങളുടെ കാര്യത്തെ ശ്രദ്ധിക്കാൻ അറിയാത്ത ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല, നിങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതേ ഉള്ളൂ ഈ വിചാരം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ വികാരം കൊണ്ടും വിചാരം കൊണ്ടും നിങ്ങളുടെ ഫാമിലി ഓൾട്ടർ അത് കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും അതിൻ്റെ കാഴ്ച മന്ദീഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബ ആരാധനയുടെ ഇടത്തിന് മങ്ങലേൽക്കുന്നുണ്ടോ? എന്താണ്? 2-ൽ ഒരാൾ കരയേണ്ടി വരുന്നു. അപൂർവമല്ല ഇന്ന് ചില സ്ത്രീകളുടെ ജീവിതത്തിന്റെ നന്മയില്ലായ്മ കൊണ്ട് പുരുഷന്മാര് എനിക്ക് എൻ്റെ മുന്നിൽ ഒത്തിരി ഉദാഹരണങ്ങൾ സമീപകാലത്തിലേക്കുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ പങ്കാളിയായി അവളെ ഉപേക്ഷിക്കാതിരിക്കാനുള്ള എല്ലാ കാരണവും നോക്കി, വളരെ സമ്പന്ന കുടുംബമാണ്, പക്ഷേ അത് സാധിക്കാതെ വന്ന് അവളെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആ മകൻ ഭയപ്പെടുകയാണ്. ഇനിയൊരു വിവാഹത്തിന് അവൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ അവന്റെ പുറകെ നടക്കുകയാണ്. അവൻ പറയുന്നത്, ഞാൻ കണ്ട സ്ത്രീയെ കൊണ്ട് മതി, എല്ലാം തികഞ്ഞു. അപ്പം അവന്റെ ഓൾട്ടർ കണ്ണുനീര് കൊണ്ട് നിറച്ചതാരാ? ആ പുരുഷനാണ്. എപ്പോഴും സ്ത്രീയാണ് ഉപദ്രവിക്കപ്പെടുന്നത്, സ്ത്രീയാണ് അപമാനിക്കപ്പെടുന്നതെന്ന് കണ്ടോണ്ടിരിക്കരുത്. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ എന്നാ വായിച്ചത്? മനോരമ പത്രത്തിന്റെ അകത്തെ പേജ് തുറന്നെങ്കിൽ അമ്മൂമ്മയുടെ കാമുകൻ മയക്കുമരുന്ന് തന്ന് കൊച്ചുമകനെ അഡിക്റ്റ് ആക്കിയിരിക്കുന്നു. അല്ലെ? അമ്മമാരൊക്കെ കണ്ണി നോക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത,
അങ്ങനെ ഒന്ന് സങ്കല്പത്തിൽ പോലും ഒരു സിനിമാ കഥ പോലും ആക്കാൻ മടിക്കുന്ന ഒരു കാലമാണ്. അമ്മൂമ്മയുടെ കാമുകൻ വീട്ടിൽ താമസിച്ച് കൊച്ചുമകന് കഞ്ചാവും മദ്യവും കൊടുക്കുന്നു. അപൂർവകാര്യമായി തീരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ബാലൻസ് ചെയ്താ പറയുന്നത്. അധികം ഫാമിലി ഓൾട്ടറും കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടുന്നത് സ്ത്രീകളാണ്. എന്നാൽ പുരുഷന്മാർക്കും ആ അനുഭവം ഉണ്ടാകാറുണ്ട്. എന്നിട്ട് എന്താ മലാഖി പറയുന്നത്? താഴോട്ട് നമുക്ക് നോക്കാം. എപ്പോഴും ഞാൻ പറയുമല്ലോ, ഞാൻ ഉറക്കെ വായിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ വായിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴേ ബൈബിള് മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മുടെ വീട്ടു പ്രാർത്ഥനകളിൽ ഇപ്പോൾ ബൈബിള് വായിക്കുന്നത് ആദ്യം വായിച്ച പോലാണോ? എന്തൊരു ഉത്സാഹത്തിൽ, എന്തൊരു ചടുലമായിട്ട്, തെറ്റില്ലാതെ നമ്മൾ വായിച്ചു. എന്താ? ബൈബിള് വായിക്കാൻ ഒരു പരിശീലനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന വാക്യം നിങ്ങൾ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ അവിടെ ഇരുന്ന് വായിക്കാം. എന്നാൽ ഞാൻ വായിക്കുന്ന ഐ എം റീഡിംഗ് മലാഖി ചാപ്റ്റർ 2 വേഴ്സ് 14. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും, കൂടുതലും അതായതുകൊണ്ട് പുരുഷന്മാരുടെ അവിശ്വസ്തതയാണ് 80% കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം. 20%, 25% ഇന്ന് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ അവിശ്വസ്തത. പണ്ടതില്ലായിരുന്നു, കുറവായിരുന്നു. പവിത്രതയായിരുന്നു ഭാര്യയുടെ മുഖമുദ്ര, വിശുദ്ധി എന്നുള്ളതായിരുന്നു അവളുടെ അംഗം. പക്ഷെ ഇന്നത് പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അവിശ്വസ്തതയുടെ പെർസെന്റേജ് കൂടുന്നു. അവിടെ പറയുന്നത്, അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മ പത്നിയുമല്ലോ. ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് യുവർ വൈഫ് ബൈ കവനന്റ്. നിന്റെ കമ്പാനിയനാണ് അല്ലേ? ഇന്ന് ഒരച്ഛൻ ഇതിനെ കുറിച്ച് നോട്ട് എഴുതിയത് ഞാൻ രാവിലെ ഗ്രൂപ്പിൽ വായിച്ചു. അവിടെ പറഞ്ഞു, കമ്പാനിയനോട് മാത്രമേ നമുക്ക് സന്തോഷമുള്ള, കുസൃതിയുള്ള ചെറു ചെറു കാര്യങ്ങൾ പറഞ്ഞും കേട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ അച്ഛൻ എഴുതി, ഇന്ന് ദമ്പതികളുടെ ഇടയിൽ കൊച്ചു വർത്തമാനങ്ങളില്ല, പിന്നെ വലിയ വർത്തമാനങ്ങൾ. എന്നാ എടി, നിന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ല, നിന്റെ ആങ്ങളയുടെ കയ്യിലുള്ളതിൽ നിന്നൊന്നും എനിക്ക് തരുന്നില്ല, പിന്നെ അല്ലേ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് പുനർചിന്തിക്കേണ്ടി വരും, അല്ല നിങ്ങൾ അങ്ങോട്ട് പോയി വിവാഹമോചനത്തിന് കേസ് കൂടെ കൊടുക്കുമടി, എന്നാ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വലിയ വർത്തമാനമാണ് വീട്ടില്, കൊച്ചു വർത്തമാനമൊന്നുമില്ല. ഞാൻ നല്ല സെൻസിലായി പറയുന്നത് കൊച്ചു വർത്തമാനം, ലിറ്റിൽ ടോക്സ് എന്നുള്ള രീതി, അല്ലാതെ മറ്റു രീതിയിലുള്ള ആ അർത്ഥത്തിലല്ല, നെഗറ്റീവ് മീനിങ്ങിലല്ല. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഷീ ഈസ് യുവർ കമ്പാനിയൻ ഓർ ഹീ ഈസ് യുവർ കമ്പാനിയൻ. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് നിനക്കൊരു കമ്പാനിയനാണ്. പിന്നെ ഗൗരവത്തോടെ ഓർക്കേണ്ടത് എന്താ? ഇറ്റ്സ് എ കവനന്റ് റിലേഷൻഷിപ്പ്. നിന്റെ മാരിറ്റൽ റിലേഷൻഷിപ്പ് കവനന്റിലാണ്. ദൈവം തന്നതാണ് നിനക്ക് ഈ പങ്കാളിയെ. അത് നീ എപ്പോഴും ഓർക്കണം. എന്നിട്ട് താഴെ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. താഴെ അതിന്റെ 15-ാമത്തെ വാക്യം ഞാൻ വിടുകയാണ്. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അത് വിടുകയാണ്. അതിന്റെ താഴെ 16-ാമത്തെ വാക്യം, ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രാജ്യം അന്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിഷമങ്ങളോടുകൂടെ ചേർന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ പേഴ്സണലൈസ് ചെയ്യുക. യഥാർത്ഥത്തിൽ മലാഖി ഇവിടെ പറയുമ്പോൾ യെരുശലേം അന്യജാതിക്കാരത്തിയുടെ മകളെ എന്ന് പറഞ്ഞാൽ മറ്റ് വിശ്വാസമുള്ളവരുമായിട്ട് രാജ്യസമ്പർക്കം പെടുന്നതിനെയൊക്കെ ഭാര്യാഭർത്തൃ ബന്ധമായിട്ട് വിവക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വിടുന്നത്. അല്ലാതെ വ്യാഖ്യാനിക്കാൻ കഴിയാവുന്നത് അതിലില്ലാഞ്ഞിട്ടല്ല. കമ്മിങ് ടു 16th verse, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഐ ഹേറ്റ് ഡൈവോഴ്സ്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട്, ഞാൻ എപ്പോഴും പറയും, പല കാരണം കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കാം. എന്നാൽ ഉപേക്ഷിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിലും നല്ലൊരുത്തിയെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നീ ഉപേക്ഷിക്കുന്നെങ്കിൽ ഈ പാരമ്പര്യ സഭയൊക്കെ വിട്ടിട്ട് വ്യക്തികൾ നടക്കുന്ന സഭയിൽ പോയതുപോലെ ഇരിക്കും. എന്താ വ്യക്തികൾ നടക്കുന്ന സഭയിൽ പോകുന്നവരുടെ പ്രശ്നം? എന്താ? 2010 പാരമ്പര്യ സഭ വിട്ടു, എന്നിട്ട് ആരാധന കണ്ടും സ്തോത്രം കണ്ടും അല്ലേ ഒരു തോമസിന്റെയോ ഒരു മർക്കോസിന്റെയോ ഒരു ജോണിന്റെയോ ആരാധനയ്ക്ക് പോയി തുടങ്ങി. അടുത്ത വർഷം യാക്കോബിന്റെ ആരാധന, അതിന്റെ അടുത്ത വർഷം
വർഷം. ആ അങ്ങനെ പോവുക. നമ്മൾ പോയിടത്തെങ്ങുമില്ല. ഇപ്പൊ ഏത് സഭയില? അച്ഛാ കഴിഞ്ഞ കൊല്ലത്തെ സഭ ഞാൻ മാറി. നിങ്ങൾ നോക്കിക്കോണം. സാഹസം കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, വിഹിതമല്ലാതെ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് കളയുന്ന ഒരുത്തന് വേറെ ഏത് സ്ത്രീയുടെ കൂടെ ചേർന്നാലും അവന് സമാധാനം ലഭിക്കുകയില്ല. വചനം വളരെ കൃത്യമാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് കളയുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു. നീ ഒരു വലിയ സാഹസമാ തീർത്തിരിക്കുന്നത്. അതിന് സാഹസം എന്നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, വിത്ത് വയലൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന് പത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതക വാർത്ത എന്നാ? കൂട്ടുകാരനും കൂട്ടുകാരിയും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരന്റെ മോനെ കൂട്ടുകാരി വിഷം കൊടുത്തു കൊന്നു, കൂട്ടുകാരിയുടെ മോനെ കൂട്ടുകാരൻ. കവനന്റ് ഇല്ല. അവൻ ഇങ്ങോട്ട് വന്നു, എൻ്റെ വീട്ടിൽ കയറി, കുഴപ്പമില്ലെന്ന് തോന്നി, താമസിപ്പിച്ചു, അങ്ങനെ അങ്ങ് പോവുക. എന്നാ ഒരു സ്ത്രീ പുരുഷനും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ സന്തോഷമല്ലേ? വാട്ട് ഈസ് എ കവനന്റ്? ദൈവമുമ്പാകെയുള്ള നിന്റെ ഉടമ്പടി എവിടെ? കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ കൊന്നു, കാമുകയും ചേർന്ന് അവളുടെ കുഞ്ഞിനെ കൊന്നു. എന്താ ഈ വാർത്തയ്ക്ക് കാരണം? കവനന്റ് ഇല്ല, ദൈവമുമ്പാകെയുള്ള ഉടമ്പടിയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് കവേഴ്സ് ഹിസ് ഗാർമെന്റ്സ് വിത്ത് വയലൻസ്. അവന്റെ വസ്ത്രത്തെ സാഹസം കൊണ്ട് നിറപ്പി. കൊണ്ട് പറഞ്ഞ് മലാഖി അവസാനിപ്പിച്ചത്, ഡു നോട്ട് ബി ഫെയ്ത്ത്ലെസ്. അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുകയും. നേരെ സുവിശേഷത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷേ ഫാമിലി, കുടുംബ ബന്ധത്തിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ചുള്ള ധർമ്മങ്ങളെ എനിക്കിന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മലാഖിയുടെ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ 19-ാം അധ്യായത്തെ കാണുക. ഏത് പുസ്തകം? മാത്യു, മത്തായിയുടെ സുവിശേഷം, ചാപ്റ്റർ 19 വേഴ്സ് 3 ഓൺവേർഡ്സ്. 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് കാണുക. വീണ്ടും ബൈബിൾ അങ്ങോട്ട് മറിക്കാം. ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ. 3 മുതൽ എൻ്റെ കൂടെ പതുക്കെ വായിക്കുക. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഈ ചോദ്യം ഒരു പ്രശ്നമാണ്. ഇവർക്കറിയാം ആ ചോദ്യം കൊണ്ട് തന്നെ ഭാര്യയെ ഒരു കാരണവശാലും ഉപേക്ഷിച്ചു കൂടാന്നുള്ളതാ ദൈവത്തിന്റെ മനസ്സെന്ന് അവർക്ക് തന്നെ അറിയാം. Is it lawful to divorce one's wife for any cause? ഏതെങ്കിലും കാരണം കൊണ്ട് ഒരുത്തന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാനുള്ള കൽപ്പന, അനുമതി ഉണ്ടോ? യേശു പറഞ്ഞു, അവൻ ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. മാത്രമല്ല, അവരുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് their പേരൻസ് അതിനേക്കാളും വലിയ ബന്ധമായി. അങ്ങനെ ഞാൻ അതിനെ കാണുന്നു. അപ്പനോടും അമ്മയോടും ഞാൻ പുലർത്തിയിരുന്ന ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. അതിനെ കളഞ്ഞുകൊണ്ടല്ല, ഭാര്യ ഭർത്തൃബന്ധം തീരുകയാണ്. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അല്ലെ? ഭാര്യയുടെ ശരീരം, ഭാര്യയുടെ മനസ്സ്, ഭാര്യയുടെ ചിന്തകൾ എൻ്റെ ചിന്തകളുടെ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മനസ്സിന്റെ ഭാഗമാണെന്ന് ഒരാൾക്ക് തിരിച്ചറിവുണ്ടായാൽ പിന്നെ ഉപദേശങ്ങളൊന്നും വേണ്ട. ഇത് നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് കൂട്ടുകൂടാം, എനിക്ക് തോന്നിയ വഴി നടക്കാം, എനിക്ക് തോന്നുമ്പം വീട്ടിൽ വരാം, ഞാൻ പറയുമ്പം ഭാര്യ എല്ലാം ശരിയാക്കണം, കുഞ്ഞുങ്ങളെ ഭാര്യ സ്കൂളിൽ വിട്ടോണം, അവളുടെ കാര്യങ്ങൾ ഭാര്യ നോക്കിക്കോണം, എനിക്ക് ആഹാരമോ കാര്യങ്ങളോ ഞാൻ കിടക്കാൻ വരുമ്പോൾ കിടക്കയോ ഒക്കെ റെഡി ആയിരിക്കണം, ഞാൻ മദ്യപിച്ചായിരിക്കാൻ വരുന്നത്, അത് നീ നോക്കേണ്ട കാര്യമില്ല, എനിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാതെ തീരുമാനമെടുക്കും, അത് നീ അറിയേണ്ട കാര്യമില്ല. എവിടെയാണ് ഒരു ദേഹം? തോന്നിയവാസം. ഇവിടെ പറയുന്നു അവർ ഒരു ദേഹമായി തീരുമെന്ന്. നിങ്ങൾ വായിച്ചിട്ടില്ല? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ഇവിടെ മേലാൽ രണ്ടല്ല എന്ന് പറയുന്നതിന് കാര്യമുണ്ട്. പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പും പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പും ഒരു ദേഹമാകുന്ന
പ്രക്രിയ അല്ല. രണ്ടു പേര് തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് അവർ ഭാര്യയും ഭർത്താവും ആകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നത്, അതുകൊണ്ട് മേലാൽ രണ്ടല്ല ഒരു ദേഹം. എന്താ ഈ മേലാൽ? ആർക്കെങ്കിലും പറയാമോ? ദൈവമുമ്പാകെയുള്ള കവനന്റൽ റിലേഷൻഷിപ്പിന് ശേഷം. അല്ലാതെ ഒരുത്തൻ തോന്നിയ പോലെ ഒരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ കണ്ടെത്തിയാൽ അത് ദൈവത്തിന്റെ അംഗീകാരമുള്ള ബന്ധമല്ല. വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു. മേലാൽ എന്ന് പറഞ്ഞാൽ കവനന്റൽ റിലേഷൻഷിപ്പിൽ, ഇന്ന് നമ്മൾ പറഞ്ഞാൽ ചർച്ചിൽ ഔദ്യോഗികമായ ഒരു മാരേജിലൂടെ, അല്ലെങ്കിൽ ദൈവമുമ്പാകെ, ഞാൻ ചർച്ചെന്ന് മാത്രം പറയുന്നില്ല, ഒരു കവനന്റൽ റിലേഷൻഷിപ്പായി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഏറ്റെടുക്കപ്പെടുന്ന ഒരിടത്ത് മാത്രമേ അവർ ഒരു ദേഹമായി തീരുന്നുള്ളൂ. ആകെയാൽ അങ്ങനെയാണ് കാര്യമെങ്കിൽ ദൈവം യോജിപ്പിച്ചതിനെ ആരും വേർതിരിക്കരുത്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, മോശ ഉപേക്ഷണ പത്രം കൊടുക്കാൻ അനുവദിച്ചല്ലോ, എന്നാ ഉപേക്ഷണ പത്രക്കാരുടെ ബഹളോ? മോശയുടെ തല പറിച്ചു. എനിക്കിവിടെ വേണ്ട മോശയെ. ഒന്നും രണ്ടും പേരല്ല, ഉപേക്ഷിച്ച് കളയാൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ മോശയ്ക്ക് നിർവാഹമില്ലാതെ വന്നപ്പോൾ ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഉപേക്ഷിച്ചോളാൻ മോശ പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിന് 3 ഘട്ടമുണ്ട്. ദൈവം ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ ഈ ഉപേക്ഷണ പത്രം ദൈവത്തിന്റെ മനസ്സിലില്ല, ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയില്ലായ്മ കൊണ്ട് ഉപേക്ഷണ പത്രത്തിന്റെ ഒരു സാഹചര്യം നിലവിൽ വന്നു. എന്നാൽ ഞാനിവിടെ അതിനൊരു ഭാഷ്യം തരികയാണ്. ഇത് നിങ്ങൾ പാലിച്ചാൽ ഇനി ഈ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരും ഉണ്ടാകില്ല, ഉപേക്ഷിച്ചവരെ സ്വീകരിച്ചവരും ഉണ്ടാകില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധ വെച്ച്. നമ്മുടെ ഇടയിൽ ഡൈവോഴ്സസ് ഉണ്ട്, ഡൈവോഴ്സ് ചെയ്തവരെ കല്യാണം കഴിക്കുന്നുണ്ട്. 3-ാം ഘട്ടമായിട്ട് യേശു ക്രിസ്തു അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഐ ഹാവ് എ വേർഡ് ആസ് ദ 3rd stage of marital relationship. In the first stage there was no divorce certificate. God constituted this as a very sacred union. And the second phase, Moses was എന്താ പറയാ, നിർബന്ധിക്കപ്പെട്ടു ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കാൻ സമ്മതിക്കാൻ. പക്ഷേ 3rd സ്റ്റേജിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഫോർമുല വെക്കുകയാണ്. ഇന്ന് ഈ 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ക്രൈസ്തവ സഭ ഇത് ഏറ്റെടുത്താൽ ഇന്നു മുതൽ നമ്മുടെ സഭയിൽ വിവാഹമോചനവുമില്ല, വിവാഹമോചനപ്പെട്ടവരെ കല്യാണം കഴിക്കേണ്ടി വരത്തുമില്ല. ഞാൻ ആദ്യമേ അങ്ങ് പറയുക, കാര്യം പറയുന്നതിന് മുമ്പ്. അതായത് ഇന്നു മുതൽ ഈ ഒരൊറ്റ വാക്യം ഏറ്റെടുത്താൽ പിന്നെ വിവാഹമോചനവുമില്ല, വിവാഹം മോചിക്കപ്പെട്ടവരെ കല്യാണം കഴിക്കേണ്ടി വരുന്നില്ല. ആ വാക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. ബൈബിളിലേക്ക് നോക്കുക. ഒറ്റ വാക്യത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. ഏതാണെന്ന് അറിയാമോ? 19-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്നോട് ഉറക്കെ വായിച്ചേ. ആരും പതുക്കെ വായിക്കേണ്ട, ഉറക്കെ വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കുക. ഐ സേ ടു യു, whoever divorces his wife except for sexual immorality. വ്യക്തമല്ലേ? എന്നെ തെറ്റിദ്ധരിക്കണ്ട. അപര ലൈംഗിക ബന്ധങ്ങൾ, കാമ ആസക്തി മൂലം ആണ് ഒരു സ്ത്രീയെ നീ ഉപേക്ഷിക്കുന്നതെങ്കിൽ നിനക്ക് അവളെ ഉപേക്ഷിക്കാം. യേശു പറയുക, നിന്റെ ഭാര്യ കാമാന്ധയാണെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെങ്കിൽ, അത് ഉറപ്പാണെങ്കിൽ നിനക്ക് അവളെ ഉപേക്ഷിക്കാം. യേശുക്രിസ്തുവിന്റെ തിരുവായ്മൊഴിയാണ്. എന്നാൽ ഈ പരസംഗം, സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ലാതെ, അവൾക്ക് തടിയുണ്ട്, അവൾക്ക് വണ്ണമില്ല, അവിടെ മുടി കൊഴിയുന്നു, അവളുടെ മുഖത്തിന്റെ ഭംഗി പോയി, അവിടെ വീട്ടിൽ നിന്ന് കാശ് കിട്ടിയില്ല, അവൾ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നില്ല, അവൾ കുളിക്കത്തില്ല, അവൾ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവളാണ് എന്നൊക്കെ പറഞ്ഞാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നെങ്കിൽ അവർ വീണ്ടും അനങ്ങുന്നില്ലല്ലോ. ആരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ
ഭാര്യ ഉപേക്ഷിക്കുന്നവൻ എന്ന് കഴിഞ്ഞ് ബാക്കിയുണ്ട്. മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അതെങ്ങനെ മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നത്? അതിനൊരു വലിയ കാരണമുണ്ട്. ഈ 9ാമത്തെ വാക്യം ഇതുപോലെ ധ്യാനിക്കേണ്ട ഒരു വാക്യം. എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങളോട് അങ്ങോട്ട് ഞാൻ ചോദിക്കുക. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നത് ഇന്ന് സാധാരണയാണോ അല്ലയോ? ആണോ അല്ലയോ? മറ്റേ എടുക്കണ്ട, ആദ്യത്തെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കാൻ പറയുന്നത് സാധാരണയല്ലേ? അതുകൊണ്ട് ഈ ബൈബിള് ഭാഷാന്തരം ചെയ്യുന്ന ബൈബിൾ നിങ്ങളുടെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെയൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്റെ മുന്നിൽ ഇന്ന് ഈ വചനം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇംഗ്ലീഷ് ബൈബിൾ വെച്ചിട്ടാണ് എന്റെ പ്രസംഗം കേൾക്കുന്നത്. അപ്പൊ അവരോട് പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയുക, ഞെട്ടിപ്പോകരുത് പറയുമ്പോൾ. ഇംഗ്ലീഷ് ബൈബിളിന്റെ പുതിയ ട്രാൻസ്ലേഷനുകളിൽ, അതായത് RSV റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ, ഇന്റർനാഷണൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ, അങ്ങനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉൾപ്പെടെ ഈ 2ാമത്തെ വാക്യം അതുപോലെ ഇംഗ്ലീഷിൽ ഡിലീറ്റ് ചെയ്തിരിക്കുക, ഒഴിവാക്കി കളഞ്ഞിരിക്കുക. ബൈബിളിൽ ഇല്ല. ഞെട്ടിപ്പോരുത്. ടീച്ചറും പോയി നോക്കാൻ കേട്ടോ, ടീച്ചർ വാ വിളിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഒരു ബൈബിളിലുണ്ട് കിങ് ജെയിംസ് വേർഷൻ. കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ബൈബിൾ ഭാഷാന്തരമാണ് ഹെൻറി ഭാഷാന്തരം ചെയ്ത കിങ് ജെയിംസ് വേർഷനില് പ്യുവറായിട്ട് അതിന്റെ മൂലഭാഷയിൽ നിന്ന് ഭാഷാന്തരം ചെയ്തതുകൊണ്ട് കിങ് ജെയിംസ് വേർഷനിലും, അതുപോലെ അരാമ്യ ഭാഷയിൽ നിന്ന് നേരിട്ട് ഭാഷാന്തരം ചെയ്തിരിക്കുന്ന എല്ലാ വേർഷനിലുമുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നെന്ന്. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ പുതിയ കാലഘട്ടത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നെന്ന് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അവരുടെ ലോക ജീവിതത്തിന് വേണ്ടി അവർ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അവർ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ വചനം, ബൈബിൾ ഭാഷാന്തരം ചെയ്തവർ. ഇനി ഞാൻ മലയാളം ഇംഗ്ലീഷും വായിക്കാം. നിങ്ങളിൽ അറിയാവുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അതിന്റെ ബാക്കി, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇനി ഇംഗ്ലീഷ് കേൾക്കുക. ഐ സേ ടു യു, whoever divorces his wife except for sexual immorality and marries another commits adultery. അതിനുശേഷം ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്നാ? ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നതിന് ബൈബിൾ ഭാഷാന്തരം ചെയ്തവൻ വരെ അനുമതി കൊടുത്തിരിക്കുന്നു. ഇതാണ് ലോകം. ഇനി അതിന്റെ അർത്ഥം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ദിവസം മുതൽ, ഇന്നു മുതൽ ഡൈവോഴ്സ് ഉണ്ടാകുകയെന്ന്? ഒന്ന്, ഒരുവന്റെ ഭാര്യ അബദ്ധസഞ്ചാരിയാണെങ്കിൽ, അവക്ക് തന്നെ തന്നെ അടക്കാൻ വയ്യാതെ പല പുരുഷന്മാരെ തേടുന്നവളാണെങ്കിൽ, അവളെ ഒരു കുടുംബിനിയായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് അവളെ സംബന്ധിച്ച് ലോകവും തെളിയിച്ചു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കാം. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നിയമം പാലിച്ചാൽ അവള് ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവളായിരിക്കും. മനസ്സിലാക്കണം. അല്ല, ഈ സ്വഭാവത്തിലല്ലാതെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതാ കണ്ടീഷൻ. അപ്പൊ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സ്വഭാവം? ഒന്ന് പ്രതികരിച്ചേ. ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവം മാത്രം. അപ്പൊ ഇവള് ബന്ധം ഒഴിഞ്ഞു നിൽക്കുക. ഇവിടെ സ്വഭാവം എന്നാ? മനസ്സിലായല്ലോ. ഇനി ഇവളെ ഒരുത്തൻ വിവാഹം കഴിച്ചാൽ അത് ശരിയോ തെറ്റോ? ഇനി വിവാഹം കഴിച്ചിട്ട് കാര്യമുണ്ടോ അവളെ? അതാ വചനം വ്യക്തമായി എഴുതിയത്. നിങ്ങൾ വ്യഭിചാര കാരണത്തിൽ, സെക്ഷൽ ഇമോറാലിറ്റിയിൽ അല്ലാതെ നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിക്കരുത്. അത് നിങ്ങൾ പാലിച്ചാൽ, ഇവിടെ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവൾ ഉണ്ടെങ്കിൽ അവൾ സെക്ഷൽ ഇമോറാലിറ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ടവളാ. അവളെ ഒരുത്തനും പങ്കാളിയായിട്ട് സ്വീകരിക്കരുത്. കാരണം സ്വീകരിച്ചാൽ നീ വ്യഭിചാരിയെ സ്വീകരിച്ചത് കൊണ്ട് നീയും വ്യഭിചാരം ചെയ്യുന്നു. പിടികിട്ടുന്നുണ്ടോ? ഓ, എവിടെ? അതോ കേൾക്കാൻ മനസ്സിലെന്നും പറഞ്ഞിരിക്കുവാന്നോ? ഈ ലോകത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നെങ്കിൽ സെക്ഷൽ ഇമോറാലിറ്റിയിൽ. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവളെ ഒരുവൻ കല്യാണം കഴിച്ചാൽ അവൾ അങ്ങനെയുള്ളവളാണെന്ന് അറിഞ്ഞ് കല്യാണം കഴിക്കുന്നത് കൊണ്ട് അവൻ വ്യഭിചാരിണി ആകുന്നു. അതുകൊണ്ടാ വചനം വ്യക്തമായിട്ട് എഴുതി, ഉപേക്ഷിക്കപ്പെട്ടവളെ അതിലൊറ്റ കൂട്ടരേ ഉള്ളൂ. തന്നെ തന്നെ അടക്കാൻ വയ്യാതെ കാമാന്തയായി തീർന്ന ഒരു സ്ത്രീ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തവളെ ഒരുവൻ വിവാഹം ചെയ്താൽ അവനും വ്യഭിചാരം ചെയ്യും. ഞാൻ നെഞ്ചത്തടിച്ചു പോകുന്നത് RSVയിലോ NRSVയിലോ
എന്തിന്? ഗുഡ് ന്യൂസ് ബൈബിളിൽ പോലും ഇത് എടുത്തു കളഞ്ഞിരിക്കുക. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്ന ബൈബിളാണ്. അതിൽ പോലും ഈ വാചകം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ കിങ് ജെയിംസ് വേർഷനിലുണ്ട്. ഞാൻ അതിന്റെ മൂലഭാഷ പോയി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മൂലഭാഷയില് കോണിക് ഗ്രീക്കില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കാൻ വ്യഭിചാരം ചെയ്യുന്നു. പുതിയ കാലത്ത് അവർ ഇരുന്നപ്പോ എഴുതിയവൻ നോക്കിയപ്പോ അവന് പോലും പറ്റത്തില്ല ഇത് പാലിക്കാൻ. ഏതാ? ബൈബിള് ഭാഷാന്തരം ചെയ്തവൻ നോക്കിയപ്പോ അവന് പോലും പറ്റുകയില്ല. അവൻ എഴുതിയവന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വിവാഹമാണ്. അവന് എഴുതാൻ പറ്റും. അവന് ഭാര്യ വീട്ടിൽ കയറ്റുകയില്ല. അതുകൊണ്ട് എളുപ്പം എന്താ? ഈ വാക്യം അങ്ങ് മാറ്റിക്കളഞ്ഞേക്കാം. നമ്മുടെ ജീവിതത്തിന് വേണ്ടി വചനം മാറ്റിക്കളയുന്ന ഒരു ലോകത്തിലാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. നമ്മുടെ തെറ്റിനു വേണ്ടി വചനത്തെ റബ്ബർ വെച്ച് മായ്ക്കുന്ന ലോകത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, if you keep your marital relationship holy, ദൈവത്തിന്റെ വചനം പറയുന്ന ആ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ ലേഖനത്തിൽ നിന്ന് വായിച്ച് നിർത്തുകയാണ്. നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5 പകുതി മുതൽ മതിയെങ്കിലും ഞാൻ 5, 6 ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് എന്നോട് ഒന്നിച്ച് വായിക്കാം. എനിക്കിന്നത് പ്രസംഗിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 5ഉം 6ഉം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതാകട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇതൊക്കെ കുടുംബത്തിന് ആവശ്യമുള്ളതാ. അതിന്റെ താഴെ നോക്കി, ദ്രവ്യാഗ്രഹമില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഭർത്താവും ഭാര്യയും ഉണ്ടെങ്കിൽ വചനം പറയുന്നു, ഞാൻ നിന്നെ, ഒരുമിച്ച് വായിക്കേ, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ ഇനി രണ്ടല്ല ഒരു ദേഹമാകട്ടെ എന്ന് കവനന്റൽ റിലേഷൻഷിപ്പില് എവിടെ ഏത് ദരിദ്രനോ ഏത് പണമുള്ളവനോ ആയ ഭാര്യയോ ഭർത്താവോ ഒരുമിച്ച് സംസാരിക്കുന്നോ അവർക്കാരെയും പേടിക്കേണ്ടതില്ല. കാരണം അവരുടെ അഹങ്കാരം കൊണ്ടോ അവരുടെ ചുറ്റുമുള്ള ആൾബലം കൊണ്ടോ അല്ല. വചനം വ്യക്തമായി പറയുന്നു, കർത്താവ് അവർക്ക് തുണ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നിർത്തട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്നേഹമുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് തുണയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആരെയും പേടിക്കേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമാണ്. ഈ വചനത്താൽ ഉയരത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും.